അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അമല് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു അമല് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. ഈ അമല് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ സ്ഥാനങ്ങൾ കിട്ടും, ഉയർച്ചയിലെത്തും, സമ്പത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും, നിങ്ങൾ വലിയൊരു പദവിയിലേക്ക് തന്നെ എത്തിച്ചേരും, കടങ്ങൾ വീട്ടിൽ കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ട് അധിക പേർക്കും ഇപ്പോൾ ഉണ്ടാവും. അധിക പേരെയും ഞെരുക്കത്തിലാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. സാലറിയിൽ കുറവ്, അതുപോലെ ഒരുപാട് നഷ്ടങ്ങൾ വരിക, കടങ്ങളിൽ അകപ്പെടുക, അങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേട്ടയാടും. അപ്പോൾ ഈ ഒരു ദിക്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു ഒരുപാട് ഉയർച്ചകൾ തരും. ഒരു ദിവസം ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം അള്ളാഹുവിന് ഇഷ്ടം തുടർച്ചയായി ചെയ്യുന്നവരെയാണ്. ഒരു ദിവസം ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് സാധിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ കൂടെ കൂട്ടുക. ഹൈറായ സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിന് ഏറ്റവും ഉത്തരം കിട്ടാൻ ചാൻസ് ഉള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ വീഡിയോയിൽ പറയും പോലെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും. 7 ദിവസത്തിന് ഉള്ളിൽ നമ്മളൊരു അമല് ചെയ്തിട്ട് അള്ളാഹു അതിനുള്ള ഫലം തന്നു കഴിഞ്ഞാൽ ആ അമലിനെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മറന്നു കളയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അത് കൂടെ കൂട്ടണം. അപ്പോൾ നമുക്ക് ഇരട്ടിയായിട്ട് വരികയും ചെയ്യും. നമ്മൾ ഒരമല് ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ആദ്യം തന്നെ ദുആ ചെയ്യുക, ഒരുപാട് ദുആ ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ, കടങ്ങൾ വീടാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ നമുക്കും വേണ്ടി മാത്രമല്ല നമ്മുടെ കൂടപ്പിറപ്പിങ്ങൾക്കും അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഒക്കെ വേണ്ടി ദുആ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ദുആയ്ക്കൊരു പൂർണ്ണത ഉണ്ടാവുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഈ ഒരു ദിക്റ് ചൊല്ലാനായിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് വലിയൊരു ഉത്തമമായിരിക്കും. നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങൾക്ക് ഇശാഹിന് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമോ തഹജ്ജുദിന് ശേഷമോ സുബഹിക്ക് ശേഷമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. രാത്രിയിലുള്ള ഈ സമയങ്ങളിൽ ഏത് സമയത്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്കിത് ചൊല്ലാം. നിങ്ങൾ സുജൂദിൽ പോയിട്ട് ഈ ഒരു ദിക്റ് ചൊല്ലുക 7 തവണ. നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ നിയത്ത് വെച്ചിട്ട് നിങ്ങൾ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ച് ഹാജത്തിൻ്റെ നിസ്കാരത്തിൽ ചൊല്ലുകയാണെങ്കിൽ അത്രയ്ക്കും ഉത്തമമായിരിക്കും. ഹാജത്തിൻ്റെ നിസ്കാരത്തിൽ സുജൂദിൽ ചൊല്ലേണ്ട ആ ദിക്റുകൾക്ക് ശേഷം 7 തവണ ഈ ദിക്റ് ചൊല്ലുകയാണെങ്കിൽ അത്രയ്ക്ക് ഉത്തമമായിരിക്കും. ഈ ദിക്റിൻ്റെ വലിയൊരു പദവി എന്ന് വെച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ടാണ് രാജാവിൻ്റെ അധികാരം കിട്ടുകയും നാട്ടുകാർക്ക് പ്രിയങ്കനാവുകയും സമ്പത്തുകൾ കയ്യിൽ വന്ന് ചേരുകയും കോടീശ്വരനാവുകയും ചെയ്തത് ഈ ദിക്റിൻ്റെ ഒരൊറ്റൊരു മഹത്വം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സുലൈമാൻ നബിക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹം ഈ ദിക്റ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കും കിട്ടും. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ് യാ വഹാബു യാ അള്ളാ എന്ന ഈ ഒരു ദിക്റാണ് ചൊല്ലേണ്ടത്. ഈ ദിക്റ് സുജൂദിൽ പോയിട്ട് 7 തവണ ചൊല്ലുക. ഈ ദിക്റ് നിങ്ങൾ 7 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. ഈ ദിക്റിൻ്റെ ഫലം ഇരട്ടിയാണ്. നിങ്ങൾ ഇതുപോലെ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയമല്ലേ വേണ്ടൂ. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയും നമുക്ക് സമ്പത്ത് വരാൻ വേണ്ടിയും ഒരു സെക്കൻഡ് സമയം നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫലം ഇരട്ടിയായിരിക്കും. എങ്കിൽ ഇത് ജീവിതത്തിൽ പതിവാക്കുക. ഈ ദിക്റ് തന്നെ നിങ്ങൾ വുളുഓട് കൂടിയിട്ട് ചൊല്ലിയാലും നിങ്ങൾക്ക് ഫലം ഇരട്ടിയായിരിക്കും. യാ വഹാബ് യാ അല്ലാ എന്ന് നിങ്ങൾ വുളു എടുത്തതിന് ശേഷം, നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷമോ നിങ്ങൾ വുളുവോട് കൂടി ആയിരിക്കണം ചൊല്ലേണ്ടത്. ഇഖ്ലാസോട് കൂടി അദബോട് കൂടി മര്യാദക്ക് നിങ്ങൾ ചൊല്ലുക. നിങ്ങളൊരു നിയത്ത് വെച്ച് 313 അല്ലെങ്കിൽ 113 അല്ലെങ്കിൽ 41 പ്രാവശ്യമോ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിക്റ് ചൊല്ലുന്നത് പതിവാക്കുക.
നിങ്ങൾ എത്രയാണോ എണ്ണം ചൊല്ലുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക. ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തിയിട്ട് ഈ ദിക്ർ ചൊല്ലുന്നത് പതിവാക്കിയിട്ട് ചൊല്ലുക. എന്നാൽ നിങ്ങൾ പതിയെ കോടീശ്വരനായിട്ട് മാറും. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, അത് ഉറപ്പാണ്. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾ ഇത് ജീവിതത്തിൽ പതിവാക്കാൻ കഴിഞ്ഞെങ്കിൽ അള്ളാഹുവിനോട് ഹംദ് പറയുക. നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, അല്ല സമ്പത്ത് ഉയരും. ജീവിതത്തിൽ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.